ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമെന്നൊക്കെ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അബുദാബി ഫെസ്റ്റിവൽ, ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ അന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വീക്കെൻഡൊക്കെയാണ്, അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ തോന്നി ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കാണാൻ പോയാലോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ ഇങ്ങനെ പോവാന്നുള്ളത്. ഇവിടെ തണുപ്പായി കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമായാലാണ് ഫെസ്റ്റിവൽ തുടങ്ങുക. ഇപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്ലോസ് ആവും. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ ഉത്സവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് ഇങ്ങനെ നടക്കാം, വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയത് ബസ്സിനാണ്. ആദ്യമൊക്കെ ഫ്രീ ബസ്സായിരുന്നു, ഇപ്പോൾ ഒരു 5 ദിർഹം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറിയ പാടന്നെ ഇവിടെ മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഫേസ് പെയിൻ്റ് ഉണ്ട്. അപ്പോൾ മോൾക്ക് ഫേസ് പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഫേസ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഫേസ് പെയിൻറ്റിൻ്റെ അവിടെ. പക്ഷെ മോൾ ഇരുന്ന് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വെറൈറ്റി രാജ്യങ്ങളെ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. 152 രാജ്യങ്ങളുടെ പവലിയൻസ് ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാതൊന്നും കവർ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ മോൾ ചെറുതാണ്, ചെറിയ ആൾക്ക് കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ ദേഷ്യമൊക്കെ പിടിച്ച് കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ, എന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അതൊരു ദിവസം ഒന്ന് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ എല്ലാ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് അങ്ങനെ ഫുള്ളായിട്ട് കാണാനേ പറ്റുള്ളൂ. പിന്നെ മെയിനായിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ വീക്കെൻഡൊക്കെ ആകുമ്പോൾ വെറുതെ ഇരിക്കുക, അങ്ങോട്ട് പോകാനൊന്നും ഇല്ലെങ്കിൽ പോവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൻഡ് ഫ്രീ ആണ്. നമ്മളിങ്ങനെ ഇതിലൊക്കെ വരുമ്പോൾ ഒരുപാട് കാണാനുണ്ടല്ലോ, ട്രഡീഷണലായിട്ടും ഓരോ രാജ്യങ്ങളുടെ ട്രഡീഷണൽ ഫുഡ്, അവരുടെ ട്രഡീഷണൽ ഡാൻസ്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഓരോ ദിവസം ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെയിൻലി ഇവിടെ ഫുഡാണ്. അപ്പോൾ കുറച്ച് ക്യാഷൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നത് നല്ലതായിരിക്കും. നമ്മൾ എന്താ പറയുക, പ്രതീക്ഷിക്കുന്ന ആ ഒരു റേറ്റ് ആവില്ല, കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ. പിന്നെ റേറ്റ് കുറഞ്ഞതുണ്ട്. അത് നമ്മൾ ഓരോ പവലിയൻസിലും ഇങ്ങനെ ഒരു 2-3 തവണ ഒക്കെ കയറുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടുക. പെട്ടെന്ന് ഒരാൾ ചെന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് റേറ്റൊക്കെ കൂടുതലായിട്ടൊക്കെ ആയി തോന്നും നമുക്ക്. ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മിക്ക സ്ഥലങ്ങളൊന്ന് കവർ ചെയ്യാം, കാരണം ഇനി ഇങ്ങോട്ട് വരിക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ്. ബസ് കയറി ഈ ബസ് കയറണല്ല, മക്കളുമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അവർക്ക് ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര ആകർഷണമാണല്ലോ. അറിയാമല്ലോ, അമ്മമാരുള്ള കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ അറിയാം, മക്കളായിട്ട് പുറത്തിറങ്ങിയാലുള്ളൊരവസ്ഥ. എല്ലാ സാധനങ്ങളും അവർക്ക് എന്തിനാ അത് ഉപയോഗിക്കുന്ന പോലും അറിയില്ല. എന്നാലും അതൊക്കെ കാണുമ്പോൾ അവർക്ക് അതൊക്കെ വേണമെന്നുള്ളൊരു ഇതാണല്ലോ. ഇവിടുത്തെ ഞാൻ സ്വീറ്റ് കോൺ മേടിച്ചിട്ടോ. സ്വീറ്റ് കോണിൽ കുറച്ച് മുളക് പൊടിയും ചെറുനാരയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ചൂടോടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ മേടിച്ചു. 5 ദിർഹം ആയിരുന്നു ഒരു ഗ്ലാസ്സിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് കാരണം ഞാൻ ഇവിടുന്ന് സ്വീറ്റ് കോൺ മേടിക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കും. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് പെർഫ്യൂംസൊക്കെ ഉണ്ട്. 3 പെർഫ്യൂംസ് എടുത്ത് അത്ര റേറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് അതൊക്കെ ചെക്ക് ചെയ്യുന്നു. വെറുതെ ഒരു രസമാണല്ലോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ.
ഇങ്ങോട്ടൊക്കെ വരാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെടിക്കെട്ടുണ്ട്, അത് ഭയങ്കര രസമാണ്. അതേപോലെ എയർ ഷോ ഉണ്ട്, പിന്നെ വാട്ടർ ഷോ ഉണ്ട്. അപ്പോൾ ഈ മൂന്നും ലാസ്റ്റ് ഒരു ടൈമുണ്ട്, 9:20 ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെടിക്കെട്ട് കാണാൻ. അപ്പോൾ ഞാൻ മെയിൻലി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വരിക. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഫൈനലി ഒരു 9:20 ഒക്കെ ആയപ്പോൾ നല്ല അടിപൊളി ഒരു വെടിക്കെട്ടിനെ കാണാൻ പറ്റി. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ അത്. ഇത് സെൻറ്ററിലൂടെ ഇങ്ങനെ പുഴ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം ക്രിയേറ്റീവായിട്ടാണ്, എല്ലാതും മനുഷ്യനിർമ്മിതമാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. നടുവിലൂടെ ഒരു പുഴ ഇങ്ങനെ പോയിട്ട് അപ്പുറപ്പുറമായിട്ട് ഒരുപാട് കടകൾ, ഷോപ്പുകളായിട്ട്. അപ്പോൾ ഭയങ്കര രസമാണ്. അത് ഫുഡിൻ്റെ ഷോപ്പുകളാണ്, ഭയങ്കര രസമാണ്. വെറൈറ്റി ഫുഡും, അപ്പോൾ ഒരുപാട് നല്ലൊരു റഷായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നത്. പക്ഷെ കാണാൻ അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട്. കുറച്ചൊക്കെ ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ വാട്ടർ ഷോയും എയർ ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന അന്ന് എയർ ഷോ ഇല്ലായിരുന്നു, വാട്ടർ ഷോയും പിന്നെ ഫയർ ഷോയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ടും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോകുന്നതില്ല. അതും ഇതേപോലെ തന്നെ അവിടെ ബസ് വെയിറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ലൈനായിട്ട് നിന്ന് ബസ്സിൽ കയറിയിട്ട് നമുക്ക് പിന്നെ അബുദാബി ടൗണിലേക്ക് വരാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ദയവായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ.